സുഹൃത്തുക്കളെ, ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പാടത്ത് നിന്നിട്ട് എന്തൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കേരള പോലീസ് തന്നെ ഇട്ടൊരു വീഡിയോ ആണ്. എനിക്ക് വളരെയധികം പേഴ്സണലി സന്തോഷം ഉണ്ടാക്കിയ ഒരു വീഡിയോ കൂടിയാണ് ഇതെന്ന് ഞാൻ പറയും കേട്ടോ. നമുക്കറിയാം, വേടന്റെ ഒരു പരിപാടി ഒരു പാടത്ത് വെച്ച് നടത്തിയിട്ട് ആ പരിപാടി അതിഗംഭീരമായി അതിഗംഭീരമായിട്ട് കുളമായി. ആ സംഘാടകരയിൽ നല്ല പിഴവുണ്ട്. ആ വെള്ളം കയറിയ പാടത്താണ് അവരെ പ്രോഗ്രാം നടത്തി. തലേ ദിവസം ചെയ്ത മഴയുടെ ഭാഗമായിട്ടാണ് അതങ്ങനെ പ്രോഗ്രാം കുളമായതെന്ന് പറയുന്നു. ആ മഴയുടെ ഭാഗമായിട്ട് ആ വെള്ളത്തിലൂടെ വയറ് വലിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു പാവം ബിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഒരാൾ പോലും ഇത് ഇക്കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് അവർ പറഞ്ഞതേയില്ല എന്ന് മനസ്സിലാക്കണം. ഒരു തരത്തിലും അവർ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് അവിടെ പ്രോഗ്രാം കുളമായി എന്ന് പറഞ്ഞില്ല. അതിന് പകരം ന്യായീകരിച്ചു കൊണ്ടേയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ആ ആളുകൾ മുഴുവൻ പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടാണ്. അതായത് സംഘാടകരൊക്കെ അവിടുത്തെ ആളുകളോട് ആകെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേടൻ വരാൻ വൈകും, വേടൻ വരൂല, അവൻ ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ ഒരാളോട് പോലും അവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചെന്നുള്ള കാര്യം പറഞ്ഞില്ല. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അവിടെ ആളുകൾ മുഴുവൻ ആ ഒരു പ്രോഗ്രാം നടത്തിയ ആളുകൾക്കെതിരെ അതിഭീകരമായിട്ട് ചളിയെറിഞ്ഞ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ കാണാൻ കഴിയുണ്ടായിരിക്കും. എന്റെ സൈഡിൽ അങ്ങനെ കാണിക്കാം. നോക്കൂ, അത് ആ ചളി എടുത്ത് വാരിയായിരുന്നു. ചില പെൺകുട്ടികളൊക്കെ അത് ഭീകരമായിട്ട് അലറുകയായിരുന്നു. ഞങ്ങൾ വേടനെ കാണാൻ വേണ്ടിയിട്ടാ വന്നേ, ഒന്ന് വേടനെ കാണിച്ചു തരൂ, ഞങ്ങൾ വീട്ടുകാർ സമ്മതമില്ലാതെ നേരത്തെ കാലത്ത് ഇവിടെ എത്തിയതാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേടനെ കാണിച്ചു തരാത്തത്, വേടനെ കണ്ടാൽ മതി, രാവിലെ എങ്ങടെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ വന്നു നിൽക്കുന്നതാ, ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ. ഇതിനിടയ്ക്ക് ചില ബിരുദന്മാര് നല്ല ചളി എടുത്ത് വാരിയെറിഞ്ഞു. ആ സംഘാടകർക്ക് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി കൊണ്ടുവന്നിരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ഉപകരണങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് തകർന്നു, തരിപ്പണാക്കി, ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കി. ആ എറിയുന്ന ദൃശ്യങ്ങളുള്ള ആ സമയത്ത് തന്നെ ഞാൻ അന്നേ പറഞ്ഞതാ, ഇതൊക്കെ പോലീസ് അതിഗംഭീരമായിട്ട് പിടിക്കും. ആ പിടിച്ചതിന്റെ ദൃശ്യമാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ തുടക്കത്തിൽ കണ്ടത്. അതിഗംഭീരമായിട്ട് നിങ്ങൾ കണ്ടത് ആ പിടിച്ച ദൃശ്യമാണ്. നിങ്ങളിപ്പോ കാണാൻ കഴിയും. ഒരുവൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ എറിഞ്ഞ് ഇന്ന ഭാഗത്ത് നിന്നൊക്കെ എറിഞ്ഞ് എന്ന് പറയുന്ന ദൃശ്യമാണ് ആ കാണിക്കുന്നത്. ഇത് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി വളരെ രസകരമായിട്ട് അലറുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേടനെ കാണണേ എന്നിട്ട്. ആ പെൺകുട്ടി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും കേട്ടോക്കൂ. നമ്മൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല. വീട്ടിൽ ഒരു പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹം കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായിട്ട് നമ്മൾ 2:30 വന്ന് നമ്മൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവണം. അപ്പോ നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ ആ ഒരു വീഡിയോയില് നമ്മൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. ആ ഒരു മരണം നടന്ന സംഭവം നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ആരുടെയും ഫോണില് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അതുകൂടാണ്ട് അവിടെ ആരും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാര്യം. 8:30 തുടങ്ങേണ്ട പ്രോഗ്രാം 10:30 തുടങ്ങാതായപ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്ന വീഡിയോയാണ് അതിലുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഒത്തിരി അധികം കമന്റ്സ് കണ്ടു. അപ്പോ കമന്റ്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളാരും ശരിക്കുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാനാണ് സംസാരിക്കുന്നത്, നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മനസ്സിലാക്കണം, നമുക്ക് മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. നമ്മൾ ആരും ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാരും അങ്ങനെ ചെയ്യില്ല. അതറിയാണ്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. പ്രോഗ്രാം ക്യാൻസൽ ആക്കുന്ന ടൈമിൽ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടാണ് പ്രോഗ്രാം ക്യാൻസൽ ആക്കണമെന്ന്. വേടന് വരാനുള്ള റോഡിന്റെ തടസ്സം. ഈ ഒരു കരച്ചിലൊക്കെ നടക്കുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇവർക്കെതിരൊക്കെ അതിഗംഭീരമായിട്ട് കേസെടുത്ത് തുടങ്ങി. ഇവരൊക്കെ ഗംഭീരമായിട്ട് കുടുങ്ങും. അവിടെ നടത്തിയ ആ ഒരു നാശനഷ്ടങ്ങളൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടി അടക്കം ഇപ്പോൾ അവിടെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള കരച്ചിലാണ്. എന്തായാലും അങ്ങനത്തെ ഒരു ഗംഭീരമായിട്ടുള്ള കരച്ചിലാണ് തൊട്ടു മുമ്പിൽ ആ വീഡിയോ കണ്ടത്. നിങ്ങൾക്ക് സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ മാന്യമര്യാദയ്ക്ക് പെരുമാറുക, വൃത്തിയായിട്ട് പെരുമാറുക, ഡാൻസ് കളിക്കാൻ അവസരം കിട്ടുമ്പോൾ തുള്ളുക. അവിടെ പ്രോഗ്രാം നടക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ പോവുക. ഇനി വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കാണാം എന്ന് വിചാരിച്ചു പോവുക. അല്ലാതെ അനാവശ്യമായിട്ട് ചുറ്റുമുള്ള കൂട്ടുകാരൊക്കെ തള്ളിക്കയറ്റിനുമായിട്ട് ഇങ്ങനെ ചളി എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരും. കുടുംബം പൂഞ്ഞു
അതാവും. ബൈ.